വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു മുന്തിരിത്തോട്ടത്തിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും മുന്തിരിത്തോട്ടത്തിലോ? യെസ്, ഞങ്ങളൊരു 1 ഡേ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. കമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് വരാം കേട്ടോ. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്കൊരു ഗ്രേപ്പ് ടീ തന്നിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ലായിരുന്നു, കുടിക്കാം അങ്ങനെയായിരുന്നു. ഞാനതാണ് പറഞ്ഞത് കുഴപ്പമില്ല എന്നൊക്കെ. അപ്പം നെസ്സൻ അത് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അടുത്തടുത്ത് 2 മുന്തിരിത്തോട്ടമുണ്ട്. അപ്പം നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് അങ്ങോട്ട് പോയ വഴിയിൽ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ ഒരു തേയിലത്തോട്ടത്തിൽ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു. കുറേ തേയിലുണ്ടായിരുന്നു. ഫോട്ടോ വീഡിയോ അതിൽ ഇത് കുറേ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാൻ ഓടിച്ചാടി വരുന്ന ഒരു ചെറിയ ഭാഗമാണ് നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിനി മുന്തിരിത്തോട്ടത്തിലേക്ക് തന്നെ പോകാം. ഓക്കെ, അപ്പം നമ്മൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ഉള്ള കാഴ്ചകളാണ്. 2 എണ്ണം കേട്ടോ അടുത്തടുത്തുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് പറിക്കാനൊന്നും പറ്റത്തില്ല മുന്തിരി. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ നമുക്കിങ്ങനെ ബോക്സായിട്ട് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കവിടെ നമ്മൾ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാർട്ടി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോയുടെ. ബിക്കോസ് നമുക്ക് സമയം കിട്ടിയില്ല. നമ്മൾ ചിലപ്പോൾ മറന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ ഒരു ചെറിയ ഭാഗമാണ്, നമുക്ക് അവിടെ നിന്ന് മാത്രമേ കാണാൻ പറ്റില്ല. ആദ്യം കയറി മുന്തിരിത്തോട്ടം അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു സങ്കടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ മുന്തിരിത്തോട്ടം അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ കോട്ടൺ ക്യാൻഡി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു, പിടിച്ചു ഗായ്സ്. അത് 20 രൂപ മറ്റും കണ്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത മുന്തിരിത്തോട്ടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് അത്യാവശ്യം നമുക്ക് നടന്ന് കാണാനൊക്കെ പറ്റുമായിരുന്നു. കുറേ ഇങ്ങനെ നടന്ന് നല്ലപോലെ കാണാനുണ്ടായിരുന്നു. മറ്റേതിനേക്കാളും പേഴ്സണലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഈ മറ്റേ കൺജസ്റ്റൻ ചെറുതായിരുന്നു, പക്ഷേ ഈ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ അടുത്ത് വന്നിട്ട് ചേച്ചിയാണെങ്കിൽ മറ്റേ ഈ ഗ്രേപ്സ് ഉണ്ടാക്കിയ ലിപ് ബാം, മോയ്സ്ചറൈസർ, ഫേസ് വാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നൊരു ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, കുഴപ്പമില്ല, കുടിക്കാൻ പറ്റുന്ന ടൈപ്പുള്ളൊരു അടിപൊളി ജ്യൂസ് നല്ലതായിരുന്നു കേട്ടോ. അതൊക്കെ അത് 40 രൂപ ഉണ്ടായിരുന്നു തോന്നുന്നു, കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ ഒരു മുന്തിരികളും കണ്ടു. അപ്പം അമ്മയും ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും അമ്മയുടെ കുറേ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വഴിയിലെ കാഴ്ചകളൊക്കെയാണ് കാണിച്ചത്. പിന്നെ നമ്മൾ കമ്പമേട് തണുത്തോടെയാണ് തിരിച്ചു പോയത്. പിന്നെ നമ്മൾ പാഞ്ചാലിമേളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനൊക്കെ കാണാം നിങ്ങൾക്ക്. അപ്പം നമുക്ക് എന്താ പറയുക, ഹെയർ പിൻ വളവ്, യുപിൻ, ഇപ്പം നമ്മൾ ഹെയർ പിൻ, ഇപ്പം നമ്മളത് യുപിൻ, അപ്പോൾ അതുപോലത്തെ വളവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് 18 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. 18 ഇല്ല, അതായിരുന്നു കുഴപ്പം. കുറേ ഉണ്ടായിരുന്നു ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ വന്ന് നോക്കൂ. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 135 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു കമ്പത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. തമിഴ്നാടാണ് സ്ഥലം. ഞങ്ങൾ കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടുള്ളതെന്ന് ആദ്യം പറഞ്ഞായിരുന്നു. കാര്യം ഫുള്ള് ചുമ്മാ നിങ്ങളിങ്ങനെ വീഡിയോ ഉറക്കം വരുന്നുണ്ട്. സാറേ നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അപ്പം പക്ഷെ നല്ല അടിപൊളി വളമൊക്കെ ആയിരുന്നു. ട്രിപ്പ് എന്തായാലും പേഴ്സണലി നല്ല രസമുണ്ട്. ഞങ്ങൾ തിരിച്ചു വരുന്നവർ ഇതുപോലൊരു വാട്ടർഫോളിനടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വാട്ടർഫോളായിട്ട് നിങ്ങൾക്ക് തോന്നില്ല, പക്ഷെ നേരത്തെ ഭയങ്കര വാട്ടർഫോളായിരുന്നു. പിന്നെ തിരിച്ചു വരുന്നവർക്ക് നിവേദി ചെവിവേദന എടുത്തപ്പോഴത്തേക്കും അവസാനം പിന്നെ ഞാൻ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. അപ്പം നിവേദി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നു. പാഞ്ചാലിമേട് ചെന്ന് കഴിഞ്ഞിട്ട് അച്ഛൻ അവിടെ എന്തോ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ അതൊരു വനമുകളിൽ കയറി നിൽക്കുന്നതല്ല ഞങ്ങൾക്ക് തോന്നി, ഒരു കയറ്റം പോലെയായിരുന്നു കുറേ നേരം. പിന്നെ അച്ഛൻ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാനും അമ്മയും അതിന് കൂടെയാണ് ഈ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. നല്ല രസമായിരുന്നു അവിടെ ഫോട്ടോ എടുക്കാൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് രസമാണ് കണ്ടോ. പിന്നെ അമ്മ വീഡിയോ എടുത്താണോ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. പക്ഷേ നിങ്ങൾക്കത് ക്ലിയർ ആവുന്നുണ്ടാവില്ല. ബാക്കി എല്ലായിടത്തും കുറച്ച് ഇരുട്ടും ഒരു ഭാഗത്ത് മാത്രം നല്ല വെട്ടമാണ്. നല്ല രസമായിരുന്നു ആ ഒരു സീൻ കാണാൻ വേണ്ടി. അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ. പിന്നെ അച്ഛൻ അവിടെ മേളിൽ പോയി കയറി നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അച്ഛനെ അവിടെ വരുന്നില്ല, അച്ഛൻ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നടക്കാനൊക്കെ പോയി. തിരിച്ചു വന്നപ്പോൾ അച്ഛനെ കാണാനില്ല. നോക്കിയപ്പോൾ അച്ഛൻ അവിടെ വേറൊരു മലയുടെ അതുപോലത്തെ സ്ഥലത്തിൽ മേളിൽ കയറി നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഓടിപ്പോയി. പിന്നെ അവിടെ എന്തൊരു അമ്പലം പോലെ, അവിടെ ഒരു അമ്പലത്തിൻ്റെ ആയിരുന്നേ. പക്ഷെ അവിടുന്ന് ഫോട്ടോ എടുക്കാൻ പൊള്ളിയാണ് ഗൈസ്. എന്താണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ മേളിൽ കയറുന്നതിൻ്റെ ക്ലിപ്സ് ആണെന്നുകൊണ്ടാണ് ചെറുതായിട്ട് ഷേക്കിംഗ് ഒക്കെ ആവുന്നതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മ കൂടെ അവസാനം ആ ബ്യൂട്ടിഫുൾ. പിന്നെ ഞാൻ അവിടെ പോയി കുറച്ച് ഇരുന്ന് കേട്ടോ ഗൈസ്. നിങ്ങൾ അവളെ കാണുന്നുണ്ടോ? യെസ്, നമ്മൾ നിവേദി അവിടെ പോയിട്ട് ഇരുന്നതാണ്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ സീനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോവാണ്.
നമ്മൾ അമ്പലത്തിൽ ചെന്ന് അവിടെ അമ്പലം ഒന്നൊരു ദേവീ അത് ക്ഷേത്രമായിരുന്നു. അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട് എന്താന്ന്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും വേറെ സ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് കയറിയിട്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ എല്ലായിടത്തും കുറേ കുരിശുണ്ടായിരുന്നു. കുറേ കുരിശെന്ന് വെച്ചാൽ കുറേ നമുക്ക് കുരിശുണ്ടായിരുന്നു. അറിയത്തില്ല. അപ്പം അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. നിവേദി അവിടെ പോയി ഇരിക്കുമൊക്കെ ഗൈസ്, എന്ത് ചെയ്യാനാണ് അവളെക്കുറിച്ച്. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വൺസ് വിസിറ്റ് ചെയ്യാം എന്ന് ഞാൻ പറയുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഒരു 5 റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. 5:30 കഴിഞ്ഞ് പറയും. പിന്നെ നമ്മൾ കമ്മേട് വഴിയാണല്ലോ വന്നത്. അതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഏലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. മറ്റേ ആ കനിമ ആ പാട്ടിൽ ഞങ്ങൾ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്നത് ഒന്നും കൂടെ കാണിച്ചു തരട്ടെ. നല്ല ദിവസം ഉണ്ടായിരുന്നു. അതായത് പഞ്ചസാര അങ്ങനെ ഇട്ടിട്ടാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒട്ടിപ്പിടിക്കുകയായിരുന്നു മൊത്തം കയ്യും അത്. യെസ് ഗൈസ്, ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കുറേ പിന്നെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടപ്പോൾ അച്ഛനും കൂടി ചോദിച്ചു വേണമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വാങ്ങിച്ചതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോകുന്ന വഴിക്കുള്ള കുറച്ച് സീൻസ് കാണിച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു. നമ്മളിപ്പോൾ ഇത് ഫോണിൽ എടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ തോന്നാം, പക്ഷെ അല്ലാതെ നല്ല ഭംഗിയാണ്. പിന്നെ അത്യാവശ്യം കുറേ വളമൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് യൂപ്പിൻ വളം. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ വീഡിയോസൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുറത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണും. നമുക്ക് ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാട്ടോ അതിനകത്തുള്ള അവിടെയുള്ള. അപ്പം നിങ്ങൾ വൺസ് ഒന്ന് വിസിറ്റ് ചെയ്യണം. ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് ഇനി കാണിച്ചു തരാം ഞങ്ങൾ. സോ അപ്പം ഇത്രയൊക്കെയുള്ളൂ. ബൈ.